തിരുവനന്തപുരം വർക്കല ഇലകമൺ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ബിജെപി പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. 1-ാം വാർഡ് മെമ്പർ ലേഖ, 2-ാം വാർഡ് മെമ്പർ ബിനു ഉൾപ്പെടെ 5 പേർക്കെതിരെയാണ് കേസെടുത്തത്. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, എന്താണ് കേസെടുക്കാനിടയായ സംഭവം? ദിവ്യ, കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പാലിയേറ്റീവ് കെയർ രോഗിയുടെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് ബന്ധുക്കൾ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുകയായിരുന്നു. ഡോക്ടർ രോഗിയെ പരിശോധിച്ചതിന് ശേഷം ഓക്സിജന്റെ അളവ് വളരെ കുറവായതിനാൽ ഉടൻ തന്നെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും രോഗി മരണപ്പെടുകയും തിരികെ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തന്നെ എത്തിക്കുകയായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ മരിച്ച ഒരു മൃതദേഹം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുകയാണെങ്കിൽ ചട്ടപ്രകാരം പോലീസിനെ ഈ മൃതദേഹം കൈമാറാൻ കഴിയൂ എന്ന് ഡോക്ടർ അറിയിച്ചതിനെ തുടർന്നാണ് ഈ ബിജെപി പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ 5 പേർ ഈ ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ, വർക്കല ഇലകമൺ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. 1-ാം വാർഡ് മെമ്പർ ലേഖ, 2-ാം വാർഡ് മെമ്പർ ബിനു ഉൾപ്പെടെ 5 പേർക്കെതിരെയാണ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. ഇവർ വലിയ രീതിയിലുള്ള ഒരു ഭീകരാന്തരീക്ഷമാണ് ആ ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സൃഷ്ടിച്ചത്. അവിടെയുള്ള വനിതാ ഡോക്ടറെ കയ്യേറ്റം ചെയ്യുകയും അവിടെയുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സാധന സാമഗ്രികളൊക്കെ അടിച്ചു തകർക്കുകയും വലിയ രീതിയിൽ അവരോട് തർക്കിക്കുകയും കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു. ദിവ്യ, ശരി. സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.